ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. ഞാൻ ഇറങ്ങി പോകാൻ പോവുക. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ നടങ്ങിയിരിക്കും. പെണ്ണിനെ കെട്ടിച്ചു വിടുകയും ചെയ്ത് റിസപ്ഷനും കഴിഞ്ഞു. നിങ്ങൾ ഈ വായും പൊക്കി പിടിച്ചോണ്ട് എങ്ങോട്ടീ പോകുന്നത്? എടി, ഈ കല്യാണം തുടങ്ങി അന്ന് പോലെ ഇന്ന് വരെ നീ നിന്റെ വീട്ടുകാർ എന്നെ അവഹേളിക്കല്ലേ എന്നടി. ഞാൻ ഇറങ്ങി പോകാൻ പോവുക. ഞങ്ങൾ എന്നാ കാണിച്ച് നിങ്ങൾ ഈ കിടന്ന് പറയുന്നേ? എടി, ഇന്നലെ ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരെണ്ണം അടിച്ച്. അത് ഞാൻ പേടിച്ച്. എന്നിട്ട് ഒരു കറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞതിന്റെ പേര് നീ നിന്റെ വീട്ടുകാരും കൂടെ എന്നെ വെക്കിട്ട് കയറുമല്ലായിരുന്നോടി. എങ്ങനെ കേറാതിരിക്കും? ഇയാൾ ഇന്നലെ ഉപ്പില്ലെന്ന് പറഞ്ഞത് ഉപ്പ് തന്നെയാ മനുഷ്യ. അയ്യോ, നിങ്ങളല്ലേ ഇതിനെ കിടന്ന് മോങ്ങുന്നേ? എനിക്ക് നീ കല്യാണത്തിന് മധുരം തന്നില്ല. ലോകത്തിലെ ആദ്യത്തെ തന്തയായിരിക്കും കല്യാണത്തിന്റെ അന്ന് മധുരം കിട്ടിയില്ലെന്ന് പറഞ്ഞിങ്ങനെ പട്ടി മോങ്ങുന്നല്ല കിടന്ന് മോങ്ങുന്നു. കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി ഞാൻ വളർത്തിയല്ലേ അവളെ. ശരി, അത് ഞാൻ ചെറുക്കന്റെ കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നോക്കി വളർത്തിയെന്ന് ഞാൻ ആ കൊച്ചിനെ പണിയെടുത്ത് വളർത്തിയെന്ന്. ഞാൻ എന്തേറെ ഊട്ടി ഉറക്കിയിട്ടുള്ളതാണ് ഈ കൈ കൊണ്ട് അവളെ. അപ്പുറത്തെ കവലെ പോലും നേരെ ചവ കൊണ്ടാത്ത മനുഷ്യനെ ഊട്ടി കൊണ്ടുപോയി ഉറക്കിന്ന് പറയും. ഇനി മകളുടെ കൈ പിടിച്ചു കൊടുക്കാൻ ഈ അപ്പന് ആവശ്യമില്ല. മാഷേ, അരുത്, ഇതൊരു കല്യാണ വീടാണ്. അകം പേകുന്നത് പുറമറിയാൻ പാടില്ല. എന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടുന്നതും അതും പുറമറിയാൻ പാടില്ല. അതൊക്കെ പോട്ടെ, ഈ ഇരിക്കുന്ന ഫ്ലെക്സ് ഇത് ഈ വീടിന്റെ ഫ്രണ്ട് ഒന്ന് വെച്ച് കെട്ടാൻ നീ നിന്റെ വീട്ടുകാരെ സമ്മതിച്ചോ? എവിടെ മനുഷ്യ ചെറുക്കനും പെണ്ണും? ആ കണ്ടില്ലേ, ചെറിയ ഫോട്ടോ ഉണ്ടല്ലേ? നിങ്ങൾ എന്തിനാ മനുഷ്യ ഇത്രയും വലുത്? എടി, ഇതിന്റെ കാശ് കൊടുക്കുന്ന കാര്യങ്ങൾ നടത്താൻ ഞാനല്ലേ. അപ്പൊ എന്റെ ഫ്ലെക്സ് വേണ്ട വലുത് വെക്കാൻ. എന്റെ ദൈവമേ, ഞാൻ ഈ മറുതായെ കൊണ്ട് തോറ്റിങ്ങാറ് പേട്ട ഫ്ലെക്സ് കൊണ്ട്. എടി, ഈ കല്യാണത്തിന് സയന്റിസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനും എന്റെ കൂട്ടുകാർ ഈ പന്തല് മുഴുവൻ നോക്കി, ഒറ്റ സയന്റിസ്റ്റ് വന്നിട്ടില്ല. എന്റെ പൊന്നോ മനുഷ്യ, കല്യാണത്തിന് സയന്റിസ്റ്റ് ഉണ്ടാവുന്നല്ല ഞാൻ പറഞ്ഞത്. കല്യാണത്തിന് സൈഡ് ഡിഷ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, നിന്റെ അനിയനോട് ഞാൻ ചെരുവെടുത്ത് ഇറക്കി വെക്കാൻ അവൻ ഈ ഭാഗത്തോട്ട് വന്നില്ല. അവന്റെ എൽബോയ്ക്ക് പാടില്ല. എടി, എൽബോയ്ക്ക് പാടില്ല എന്നാ ഞാൻ നിന്റെ അനിയനോടല്ലേ പറഞ്ഞേ, അവന് ചെയ്യായിരുന്നല്ലോ. എന്റെ പൊന്നു മനുഷ്യ, എൽബോ കൈമുട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, നിങ്ങൾ എന്നതിനാ കലവറക്കാരനായിട്ട് വഴക്കുണ്ടാക്കിയത്? അത് ചോദിച്ചു. എടി, അവനെ ബുക്ക് ചെയ്യാൻ ഞാൻ എന്നാ പറഞ്ഞേ? എന്തുവാ പറഞ്ഞേ? ഡിസേർട്ട് ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എടി, അവൻ അത് ഇവിടെ കൊണ്ടുപോയിട്ടില്ലെന്ന്. നിനക്ക് ഡെസേർട്ട് എന്തുവാന്ന് അറിയാം? എനിക്കറിയാം. എന്തുവാ ഈ ഡെസേർട്ട്? ഈ വളച്ചു വെക്കുന്ന സാധനമല്ലേ? എന്റെ പൊന്നു മനുഷ്യ, ഒറ്റ അടിയച്ചേരും കേട്ടോ. ഡെസേർട്ട് എന്ന് വെച്ചാൽ ഐസ്ക്രീം. അയ്യോ, ഇപ്പൊ എന്നതിനാ ഈ മോങ്ങിയത്? എനിക്കറിയാൻ മേലാത്ത പേരിട്ട് നീ ഐസ്ക്രീം കൊടുത്തല്ലേടി. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത വേറൊരു കാര്യം കൂടി ഈ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്. അതെന്നാ? ഈ വീടിന്റെ ആധാരം. അപ്പൊ ഞാനോ? മര്യാദക്ക് പണിക്ക് പോകണം. പണിക്ക് പോകാനോ? ഞാനോ? സ്ഥലം മാറിപ്പോ. അവിടെ അല്ല ഇപ്പറ ഇപ്പൊ കറക്റ്റ്. അല്ല കിണി. നിങ്ങൾ തുടക്കക്കാരല്ലേ അല്ലേ? ഫസ്റ്റ് ടൈമാണല്ലോ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ട്. മോളുടെ ഒരു ആക്ഷൻ കാണാനൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അല്ലേ? ഇപ്പൊ നിൽക്കുന്ന പോലൊന്നും അല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനെ ഇങ്ങനെ ഒരു നിപ്പുണ്ട്, ഇങ്ങനെ. ആരായിരുന്നു ഇതൊക്കെ ട്രെയിൻ ചെയ്ത് തന്നത്? അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. ആരുടെ ചേച്ചി? ഓ, ചേച്ചിയാണോ പഠിപ്പിച്ചു തന്നെ? ആക്ഷനും എക്സ്പ്രഷനും ഒക്കെ ആണല്ലേ? അല്ല, കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും.